പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തിന് നേരെ അതിക്രമം നടത്തിയ സംഭവത്തിൽ എസ്ഐക്കെതിരെ നടപടി. എസ്ഐ എസ് ജിനുവിനെ സ്ഥലം മാറ്റി. SP ഓഫീസിലേക്കാണ് സ്ഥലം മാറ്റം. മർദ്ദനമേറ്റ സിതാരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർക്കെതിരെ കേസെടുത്തിരുന്നത്. വാഹനം വഴിയരികിൽ നിർത്തി വിശ്രമിക്കുന്നതിനിടെയായിരുന്നു കോട്ടയം സ്വദേശികളെ പോലീസ് അകാരണമായി മർദ്ദിച്ചത്. ശശിനാരായണനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശശി, അപ്പോൾ ഈ കയ്യൂക്കിനെതിരെ നടപടി വന്നിരിക്കുകയാണ്, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? വിവാഹ സംഘത്തെ അകാരണമായി മർദ്ദിച്ച SIക്കെതിരെയാണ് ഇപ്പോൾ വകുപ്പ് തല നടപടി ഉണ്ടായിരിക്കുന്നത്. SI ജിനുവിനെ SP ഓഫീസിലേക്കാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത്. എന്തായാലും ബാക്കിയുള്ളവർക്ക് തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് സൂചന ലഭിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് SIക്ക് വകുപ്പ് തല നടപടിയുടെ ഭാഗമായി സ്ഥലമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലാണ് ഈ കോട്ടയം സ്വദേശികളായ സംഘം വിവാഹ സംഘം പത്തനംതിട്ടയില് വന്ന് വിശ്രമിക്കുന്ന സമയത്ത് അകാരണമായി പോലീസ് ഇവരെ മർദ്ദിച്ചത്. 20ഓളം വരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘത്തെയാണ് പോലീസ് അകാരണമായി യാതൊരു ചോദ്യം പോലും ചെയ്യാതെ ഇവരെ അകാരണമായി മർദ്ദിക്കുകയുണ്ടായത്. സംഭവത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് യൂത്ത് കോൺഗ്രസിനടക്കം മാർച്ചും പോലീസ് സ്റ്റേഷനിലൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ SIക്കെതിരെ സ്ഥലംമാറ്റം ഉണ്ടായിരിക്കുന്നത്. SI ജിനുവിനെ പത്തനംതിട്ട SP ഓഫീസിലേക്കാണ് വകുപ്പ് തല നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റിയിട്ടുള്ളത്. ബാക്കിയുള്ള പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയ പ്രതിഷേധം ഈ സംഭവമായി ഉണ്ടായിരിക്കുന്നു. രാഷ്ട്രീയ നേതാക്കളുടെ ഇടയിലും അതുപോലെ പ്രവർത്തകർക്കിടയിലും നാട്ടുകാരുടെ ഇടയിലും എല്ലാം പോലീസിനെതിരെ വലിയൊരു വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. 4 പേർക്കെതിരെയാണ് ഇവരുടെ ഈ മർദ്ദനമേറ്റ വിവാഹ സംഘത്തിന്റെ മർദ്ദനമേറ്റ സുജിത്ത്, സിതാര തുടങ്ങിയവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് കേസെടുത്ത് ആദ്യഘട്ടത്തിൽ സ്ഥലം മാറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതെ, എന്തായാലും പത്തനംതിട്ടയിൽ ദമ്പതികളെ അടക്കമുള്ള സംഘത്തെ നടുറോഡിൽ അകാരണമായി തല്ലിച്ചതച്ച സംഭവത്തിലാണ് SI ജിനുവിന് സ്ഥലം മാറ്റം. SP ഓഫീസിലേക്കാണ് സ്ഥലം മാറ്റിയത്. വിശദാംശങ്ങളാണ് ശശിനാരായണൻ നൽകിയത്.